ചന്ദ്രയാൻ 3 ഇന്ത്യയുടെ ബഹിരാകാശ ചരിത്രത്തിലെ അഭിമാനകരമായ നേട്ടമാണ്. ഇത് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ ഏജൻസിയായ ഇസ്രോയുടെ നേതൃത്വത്തിൽ രൂപപ്പെടുത്തിയ, ചന്ദ്രന്റെ ഉപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ലക്ഷ്യമാക്കിയ ഒരു ദൗത്യമാണ്. 2019-ലെ ചന്ദ്രയാൻ 2 ദൗത്യത്തിൽ ഉണ്ടായ ഭാഗിക പരാജയത്തെ തുടർന്ന് കൂടുതൽ കരുതലോടെയും കൃത്യതയോടെയും ചന്ദ്രയാൻ 3 രൂപകൽപ്പന ചെയ്തു. പ്രധാന ലക്ഷ്യം ചന്ദ്രന്റെ തെക്കൻ ധ്രുവ പ്രദേശത്ത് ലാൻഡർ നന്നായി ഇറക്കിക്കുക എന്നതായിരുന്നു. ചന്ദ്രയാൻ 3 ദൗത്യത്തിൽ 3 പ്രധാന ഘടകങ്ങളുണ്ടായിരുന്നു: പ്രൊപ്പൽഷൻ മോഡ്യൂൾ, വിക്രം ലാൻഡർ, പ്രജ്ഞാൻ റോവർ. ഇവയുടെ സമന്വയമാണ് ദൗത്യ വിജയത്തിന്റെ അടിസ്ഥാനം. പ്രൊപ്പൽഷൻ മോഡ്യൂൾ ദൗത്യഘടകങ്ങളെ ചന്ദ്രൻ വരെ എത്തിക്കുന്നതിനായാണ് ഉപയോഗിച്ചത്. വിക്രം ലാൻഡർ ചന്ദ്രനിൽ ഇറങ്ങുന്ന ഘടകമായിരുന്നുവെങ്കിലും അതിന്റെ ഉള്ളിലായിരുന്നു പ്രജ്ഞാൻ റോവർ. വിക്രം ലാൻഡർ അത്യാധുനിക സെൻസറുകൾ, കാമറകൾ, ഉപകരണങ്ങൾ എന്നിവയോട് കൂടിയൊരു സാങ്കേതിക അത്ഭുതമായിരുന്നു. അതിന്റെ പ്രധാന ചുമതല ലാൻഡിംഗും ഉപരിതല പഠനത്തിനുമായിരുന്നു. പ്രജ്ഞാൻ റോവർ സ്വയം സഞ്ചരിക്കുന്ന, ചന്ദ്രന്റെ മണ്ണ്, കല്ലുകൾ എന്നിവയെക്കുറിച്ചുള്ള വിശദമായ പഠനം നടത്തിയ ഉപകരണമാണ്. അതിൽ മൈക്രോസ്കോപ്പിക് കാമറകളും എലിമെന്റ് അനാലിസിസ് ഉപകരണങ്ങളും ഉൾപ്പെടുത്തിയിരുന്നു. 2023 ജൂലൈ 14-ന് ശ്രീഹരിക്കോട്ടയിൽ നിന്നും ചന്ദ്രയാൻ 3 ദൗത്യം വിക്ഷേപിച്ചു. 41 ദിവസങ്ങൾക്കുശേഷം 2023 ഓഗസ്റ്റ് 23-ന് വിക്രം ലാൻഡർ വിജയകരമായി ചന്ദ്രനിൽ ഇറങ്ങി. ചന്ദ്രനിലെ തെക്കൻ ധ്രുവം എക്കാലത്തും പ്രകാശം ലഭിക്കാത്ത, അതുകൊണ്ട് അത്യധികം ശീതളമായ പ്രദേശമാണ്. അതിലൊരു ലാൻഡിംഗ് സാങ്കേതികമായി വളരെ വെല്ലുവിളിയായിരുന്നു. ചന്ദ്രയാൻ 3 ലാൻഡറിലെ ചേസ്റ്റ്, റാംബർ, ILSA എന്നിങ്ങനെയുള്ള ഉപകരണങ്ങൾ ചന്ദ്രലോകത്തെ താപനില, വൈദ്യുതചുംബക ഘടന, ഭൂചലന സാധ്യത തുടങ്ങിയവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചു. ചേസ്റ്റ് ഉപകരണം ഉപരിതല താപനില അളക്കുന്ന സംവിധാനമാണ്. റാംബർ അയോണോസ്ഫിയറിന്റെ സാന്ദ്രതയും വൈദ്യുത ഘടനയും പഠിക്കുന്നു. ILSA ഉപകരണം ഭൂചലനങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തുന്നു. പ്രജ്ഞാൻ റോവർ 6 വീലുകളുള്ള മൊബൈൽ ലാബ് പോലെയാണ്. അത് സ്വതന്ത്രമായി ചന്ദ്രന്റെ ഉപരിതലത്തിൽ സഞ്ചരിച്ചു, ശാസ്ത്രീയമായി വിലപ്പെട്ട വിവരങ്ങൾ ശേഖരിച്ചു. ചന്ദ്രൻ ശൂന്യ അന്തരീക്ഷമുള്ളതുകൊണ്ട് ജീവന്റെ സാന്നിധ്യം കാണാനാകില്ല. പക്ഷേ ജൈവഘടകങ്ങളോ അതിന്റെ ലക്ഷണങ്ങളോ കണ്ടെത്താമോ എന്നത് പ്രജ്ഞാൻ റോവർ പരീക്ഷിച്ചു. ദൗത്യത്തിന്റെ മുഴുവൻ സമയവും വിക്രം ലാൻഡറും പ്രജ്ഞാൻ റോവറും ഓട്ടോണമസ് സംവിധാനത്തിലൂടെയാണ് പ്രവർത്തിച്ചത്, ഗ്രൗണ്ട് കൺട്രോൾ ഇല്ലാതെ തന്നെ. ഇസ്രോയുടെ ഈ സാങ്കേതിക കഴിവ് ആഗോളതലത്തിൽ വളരെയധികം പ്രശംസിക്കപ്പെട്ടു. ഇന്ത്യയുടെ ബഹിരാകാശരംഗത്തെ തികവിനെയാണ് ലോകം കണ്ടു വിസ്മയിച്ചത്. നാസ, ഇസ്രോ, CNSA തുടങ്ങിയ അന്താരാഷ്ട്ര ബഹിരാകാശ ഏജൻസികൾ ഇന്ത്യയെ അഭിനന്ദിക്കുകയും സഹകരണം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. ദൗത്യ വിജയത്തിനു പിന്നാലെ ഇന്ത്യയിലെ ശാസ്ത്ര സമൂഹം ഉല്ലാസത്തിലായിരുന്നു. പ്രധാനമന്ത്രി ഉൾപ്പെടെ നിരവധി നേതാക്കൾ അഭിനന്ദനം രേഖപ്പെടുത്തി. ഇസ്രോ ചെയർമാൻ എസ്. സോമനാഥിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ ദൗത്യത്തിന്റെ കൃത്യസംവിധാനം. വനിതാ ശാസ്ത്രജ്ഞർ ഉൾപ്പെടെയുള്ള ഒരു ടീം ഈ വിജയം സാക്ഷാത്കരിച്ചു. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ ചെലവ് ഏകദേശം 615 കോടിയാണ്. ഇത്രയും കുറഞ്ഞ ചെലവിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ആദ്യ ബഹിരാകാശ ഏജൻസിയാണ് ഇസ്രോ. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ദൗത്യത്തിലെ ഭൂരിഭാഗം ഉപകരണങ്ങളും ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചു. ഈ സ്വാഭിമാനവും ഐക്യവും ദൗത്യത്തിന്റെ വിജയത്തിൽ പ്രകടമായിരുന്നു. ചന്ദ്രയാൻ 3 വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും വലിയ പ്രചോദനമായി. സ്കൂളുകളിലും കോളേജുകളിലും ഇസ്രോ ക്ലബ്ബുകൾ ആരംഭിക്കുകയും ശാസ്ത്രാത്മക ചിന്ത വർദ്ധിക്കുകയും ചെയ്തു. മാധ്യമങ്ങൾ ഈ വിജയത്തെ വലിയ രീതിയിൽ ആഘോഷിച്ചു. പ്രജ്ഞാൻ, വിക്രം എന്നിവ ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ചു. LVM-3 റോക്കറ്റിന്റെ വിജയകരമായ പ്രവർത്തനം ISROയുടെ ഭാവി ദൗത്യങ്ങൾക്ക് ഒരു ശക്തമായ അടിസ്ഥാനം നൽകി. ഈ റോക്കറ്റ് നിരവധി ബഹിരാകാശ ദൗത്യങ്ങൾക്കായി ഉപയോഗിക്കപ്പെടുന്നു. ചന്ദ്രരാത്രി വന്നതോടെ താപനില -200°C താഴെ എത്തി. അതിനാൽ പ്രജ്ഞാൻ റോവറും വിക്രം ലാൻഡറും പ്രവർത്തനം നിർത്തി. ദൗത്യത്തിനിടെ ശേഖരിച്ച ശാസ്ത്രീയ വിവരങ്ങൾ ഇസ്രോ, വിവിധ സർവകലാശാലകൾക്കും ഗവേഷണ സ്ഥാപനങ്ങൾക്കും പങ്കുവച്ചു. ഇവയിലൂടെയും പുതിയ ഗവേഷണങ്ങൾ ആരംഭിച്ചു. ഇന്ത്യയുടെ ഭാവി ബഹിരാകാശ പദ്ധതികൾക്ക് ചന്ദ്രയാൻ 3 വലിയ ആത്മവിശ്വാസം നൽകി. ഉദാഹരണത്തിന്, ആദിത്യ L1 സൂര്യനെക്കുറിച്ചുള്ള ദൗത്യം, ഗഗൻയാൻ മാനവ ബഹിരാകാശ ദൗത്യം എന്നിവ അതിന്റെ തുടർച്ചകളാണ്. ആഗോളതലത്തിൽ ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ ശേഷി അംഗീകരിക്കപ്പെട്ടു. ഇന്ത്യ ബഹിരാകാശ ശാസ്ത്ര രംഗത്ത് ഒരു ശക്തിയായി മാറിയെന്ന്